റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാമെന്നാണ് സാധാരണ അധിക പരീക്ഷകളിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ താഴെ ഒരു 5 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ എഴുതാനുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഉത്തരങ്ങൾ ഇടത് സൈഡിൽ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ താഴേക്ക് എടുത്ത് എഴുതാനാണ്. ഇവിടെ ഉത്തരങ്ങൾ നോക്കൂ. മലക്കുകൾക്ക് 6 ആകുന്നു. ഇഹപര വിജയം, അല്ലാഹു, 100. ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചോദ്യങ്ങൾ വന്നിക്കണ നോക്കൂ. ഒന്നാമത്തത് ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഇതാണ് അതിൻ്റെ ആൻസർ. എന്താ? ഇഹപര വിജയം. അപ്പം നമുക്ക് അതവിടെ എഴുതാം. ഈ ചോദ്യം എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എഴുതിയത് ഉത്തരമാണ് ഇവിടെ എഴുതേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കണം. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇഹപര വിജയം. ഈ രണ്ടാമത്തെ ചോദ്യം ഏടുകൾ. അള്ളാഹു ഇറക്കിയ ഏടുകൾ. അത് എത്രനാണ്? ഇതതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. 100 ആണല്ലേ. അപ്പോൾ അത് നമുക്ക് 100 എന്ന് എഴുതാം. 100. ഈ മൂന്നാമത്തെ ചോദ്യം ഉറക്കമോ മറവിയോ ഇല്ല. ഉറക്കമോ മറവിയോ ഇല്ല. ആർക്ക്? ഇതതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ഉത്തരം മലക്കുകൾക്കാണ്. മലക്കുകൾക്ക് ഉറക്കമോ മറവിയോ ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മലക്കുകൾക്ക് എന്ന് എഴുതാം. ഇനി നാലാമത്തത് ഈമാൻ കാര്യങ്ങൾ. നമുക്കറിയാം എത്രനാണെന്നല്ലേ. നമ്മുടെ അതിൻ്റെ ആൻസർ ഇതാ. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. അപ്പോൾ 6 ആകുന്നു എന്ന് എഴുതാം. അതിൻ്റെ ആൻസറായി. അഞ്ചാമത്തത് ആദ്യവും അവസാനവും ഇല്ലാത്തവൻ. സിമ്പിളാണ്, ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആൻസർ ആദ്യവും അവസാനവും ഇല്ലാത്തവൻ അല്ലാഹു. അപ്പോൾ അങ്ങനെ ചോദ്യം ഉത്തരമൊക്കെ വായിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ ഉത്തരങ്ങളെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. കൃത്യമായി വായിച്ച് മനസ്സിലാക്കി എഴുതുക. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കൂ. ഇവരുടെ ചുമതലകൾ എഴുതാം എന്നാണ്. ഇവരുടെ ചുമതലകൾ എഴുതാം. താഴെ ഒരു 4 മലക്കുകൾ കൊടുത്തിട്ടുണ്ട്. 4 മലക്കുകളുടെ പേര്. അവരുടെ ചുമതലകൾ ഇവിടേക്ക് ഈ ഭാഗത്തേക്ക് എഴുതാനാണ്. നമ്മൾ രണ്ടാമത്തെ പാഠം മലക്കുകൾ എന്നുള്ള പാഠത്തിൽ പ്രധാനപ്പെട്ട 10 മലക്കുകളുടെ പേരും അവരെ ചുമതലകളൊക്കെ പഠിച്ചല്ലോ. അതിൽ ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് റഖീബ് അതീദ് അലൈഹിസ്സലാം എന്നാണ്. നമ്മൾ 7-ാമതും 8-ാമതുമായിട്ട് പഠിച്ചു. റഖീബ് അതീദ് അലൈഹിസ്സലാം. അവരുടെ ജോലി എന്താണ്? എല്ലാ മലക്കുകളുടെ ജോലിയും പേരും ജോലിയൊക്കെ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഇവിടെ റഖീബ് അതീദ് അലൈഹിസ്സലാമിൻ്റെ ജോലി നന്മ തിന്മ എഴുതൽ. അതാണ് അവരുടെ ജോലി, ചുമതല. അതവിടെ ഇതാ. രണ്ടാമത്തത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ജോലി എന്താ? സൂർ എന്ന കാഹളത്തിൽ ഊതൽ. അല്ലേ? എപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക? അപ്പോൾ ആ ജോലി ആർക്കാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാമിനാണ്. സൂർ എന്ന കാഹളത്തിൽ ഊതൽ. സൂർ എന്ന കാഹളത്തിൽ ഊതൽ. ഇനി മൂന്നാമത്തത് റിൽവാൻ അലൈഹിസ്സലാം. റിൽവാൻ, മാലിക് റിൽവാൻ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. റിൽവാൻ അലൈഹിസ്സലാമിൻ്റെ ജോലി സ്വർഗം കാക്കൽ ആണ്. സ്വർഗം കാക്കൽ. മാലിക് അലൈഹിസ്സലാം ആണെങ്കിൽ നരകം കാക്കൽ. അതൊക്കെ നമുക്കറിയാം. നാലാമത്തത് മുൻകർ നക്കീർ അലൈഹിമസ്സലാം. മുൻകർ നക്കീർ 5-ാമതും 6-ാമതും ആയിട്ടുള്ള മലക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവരുടെ ജോലി എന്താണ്? ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. അതാണ് മുൻകർ നക്കീർ അലൈഹിമസ്സലാം അവരുടെ ജോലി. ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. ഇനി അടുത്തത് മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നാണ്. താഴെ 5 ചോദ്യങ്ങൾ ഇതാ. ഇതിൻ്റെ അവസാന ഭാഗം ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് വിട്ടുപോയ ഭാഗം പൂർത്തീകരിച്ച് കൊടുക്കുക. ഒന്നാമത്തത് അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ്. അള്ളാഹു എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുന്നവരാണ്. ആര്? മലക്കുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹു
കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. ഇനി രണ്ടാമത്തേത് എന്താ? പ്രവാചകരിൽ കൂടിയാണ് കിതാബുകൾ ഡാഷ്. അതിൻ്റെ ഉത്തരം എന്താണ്? ലഭിച്ചത് എന്നാണ്. നമുക്ക് പ്രവാചകരിൽ കൂടിയാണല്ലോ കിതാബുകൾ ലഭിച്ചത്. അപ്പോൾ ലഭിച്ചത് എന്നവിടെ എഴുതിയാൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റായി. മൂന്നാമത്തത് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഈമാൻ. വേണമെങ്കിൽ ഈമാൻ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്നും വേണമെങ്കിൽ എഴുതാം. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇനി നാലാമത്തത് അള്ളാഹുവിന് ആദ്യവും അവസാനവും ഇല്ല എന്നാണ് ആൻസർ. അള്ളാഹുവിന് ആദ്യവും അവസാനവും ഇല്ല. അപ്പോൾ ഇല്ല എന്നവിടെ ചേർത്ത് കൊടുക്കാം. അഞ്ചാമത്തത് മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല എന്നാണ് എൻ്റെ ബാക്കി. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അപ്പോൾ ഇതിങ്ങനെ പൂർത്തീകരിക്കാം. ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം, മലക്കുകൾ ആരാകുന്നു മലക്കുകൾ? അതിൻ്റെ ഒരു നിർവചനം നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ്. അങ്ങനെ എഴുതിയാൽ മതി. എന്താണ്? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ്. ഇനി രണ്ടാമത്തത്, നമുക്ക് പരിധിയുണ്ട് എന്തിലൊക്കെ നമുക്ക് പരിധിയുള്ളത്? അള്ളാഹുവിൻ്റെ പരിധികളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പിന്നെ 5-ാമത്തെ പേജിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ കാര്യങ്ങളിലാണ്? നമ്മുടെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും. നമ്മുടെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിമിതിയും ഉണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ കാഴ്ചക്കും കേൾവിക്കും അറിവിനൊന്നും പരിമിതിയോ ഒന്നുമില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിധിയുണ്ട് എന്തിലെല്ലാം എന്ന ചോദ്യത്തിന് നമുക്ക് നിങ്ങൾ എഴുതാം നമ്മുടെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും. അങ്ങനെ ആൻസർ ചെയ്താൽ. മൂന്നാമത്തേത് അംബിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? അംബിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന ഒരു മലക്കുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ ജോലി അതാണല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം. അവരാണ് അംബിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെഴുതാം. ഇനി 5-ാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ വന്നിട്ടുള്ളത് പട്ടിക പൂർത്തിയാക്കാം എന്നാണ്. പട്ടിക പൂർത്തിയാക്കാം. താഴെ നോക്കൂ, ഒരു 4 പ്രവാചകന്മാരെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഫസ്റ്റ് നബി അല്ലേ, പിന്നെ കിതാബ്, പിന്നെ ഭാഷ. അപ്പോൾ നമുക്ക് സംഭവം മനസ്സിലായി. കിതാബുകൾ, ഭാഷകൾ, ഇതൊക്കെ നമ്മുടെ പുസ്തകത്തിൽ 10-ാമത്തെ പേജിലുണ്ട്. 10-ാമത്തെ പേജിൽ വർക്കായിട്ട് തദ്രീബാത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കിതാബ് ഏതാക്കെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാം. ഖുർആൻ ഷരീഫാണ്. അപ്പോൾ ഇവിടെ ഖുർആൻ എന്ന് എഴുതിയാൽ മതി. ഭാഷ അറബിയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. രണ്ടാമത് ഇവിടെ ഉള്ളത് മൂസ അലൈഹിസ്സലാമിൻ്റെ കിതാബ് ഏതാണ്? അത് തൗറാത്താണ്. പിന്നെ തൗറാത്ത്, പിന്നെ അതിൻ്റെ ആ തൗറാത്ത് എന്ന കിതാബിൻ്റെ ഭാഷയും കൂടി നമ്മളിവിടെ എഴുതണം. അതിവിടെ വിട്ടുപോയിക്കണല്ലോ. ഏതാണ്? ഇബ്രാനി ഭാഷയാണ്, ഇബ്രാനി. പിന്നെ ഇവിടെ മൂന്നാമതായിട്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട കിതാബ് ഇഞ്ചീലാണ്. അപ്പോൾ ഇഞ്ചീൽ എന്നിവിടെ എഴുതാം. പിന്നെ അതിൻ്റെ ഭാഷ സുരിയാനിയാണ്. അപ്പോൾ സുരിയാനി എന്നുള്ള ഇത് ഭാഷ എന്നുള്ളിടത്ത് എഴുതാം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബ് ഖുർആൻ, ഭാഷ അറബി അല്ലേ. പിന്നെ മൂസ അലൈഹിസ്സലാം കിതാബ് തൗറാത്ത്, ഭാഷ ഇബ്രാനി. മൂന്നാമത്തത് ഈസാ അലൈഹിസ്സലാം കിതാബ് ഇഞ്ചീൽ, ഭാഷ സുരിയാനി. അതങ്ങനെ പൂർത്തീകരിക്കാം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ്. 6-മതായിട്ട് പൂരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വൽ ഖദരി ഡാഷ് മിനൽ ഡാഷ് ഇലാഹി ഡാഷ് ബിലാസലൽ. ചെറിയൊരു ബൈത്ത് നമ്മൾ പഠിച്ചില്ലേ. എന്താണ്? വൽ ഖദരി ഖൈരിഹി വ ശർരിഹി എന്നാണ് ഇവിടെ വേണ്ടത്. വൽ ഖദരി ഖൈരിഹി
വശരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാസലിൽ എന്നാണ്. അപ്പോൾ റബ്ബിൽ ആലമീന എന്നാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വൽ ഖദരി ഖൈരിഹി വശരിഹി മിനൽ പിന്നെ ഇലാഹി റബ്ബിൽ ആലമീന ബിലാസലൽ എന്നായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.